ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ CBSE റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഡൗട്ടുകൾ കുട്ടികൾ ചോദിച്ചിരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ CBSE റീവാലുവേഷൻ മാർക്ക് കുറയാൻ സാധ്യതയുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് റീവാലുവേഷൻ പോലെയല്ല. സ്റ്റേറ്റിൽ റീവാല്യൂ ചെയ്താൽ മാർക്ക് ഒരിക്കലും കുറയില്ല. പക്ഷേ CBSE പേപ്പർ റീവാല്യൂ ചെയ്താൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റീവാലുവേഷൻ പ്രോസസ്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ വർഷം 3 സ്റ്റെപ്പിലായിരുന്നു റീവാലുവേഷൻ നടന്നത്. ഒന്നാമത് വെരിഫിക്കേഷൻ, രണ്ടാമത് ഫോട്ടോ കോപ്പി എടുക്കുന്നു, പിന്നെ റീവാലുവേഷൻ കൊടുക്കുന്നു. അങ്ങനെ 3 സ്റ്റെപ്പിലായിട്ടായിരുന്നു റീവാലുവേഷൻ നടന്നത്. ഈ വർഷം അങ്ങനെയല്ല, 2 സ്റ്റെപ്പിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു റീവാലുവേഷൻ. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനാണ്, കംപ്ലീറ്റ് ഓൺലൈനാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫോട്ടോ കോപ്പി കിട്ടാൻ അപ്ലൈ ചെയ്യാം. 700 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഈ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച 7 ദിവസം സമയമുണ്ട് ഈ ഫോട്ടോ കോപ്പി വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഫോട്ടോ കോപ്പി വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ടത് ആഡ് ചെയ്ത് നോക്കുക, മാർക്ക് ആഡ് ചെയ്ത് നോക്കുക. ഈ മാർക്ക് ആഡ് ചെയ്തതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത് ചെയ്യേണ്ടത് ഏതെങ്കിലും ആൻസർ വാല്യൂ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആഡ് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ റീവാലുവേഷന് വീണ്ടും കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ആൻസർ നോക്കിയിട്ടില്ല, വാല്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. മൂന്നാമത്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ആൻസറിന് എനിക്ക് കിട്ടിയ മാർക്ക് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോരാ. നിങ്ങൾ ആ പേപ്പറും എടുത്ത് സ്കൂളിൽ പോയി നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോവുക. എന്നിട്ട് ആ ടീച്ചറെ കാണിക്കുക. എന്നിട്ട് വ്യക്തമായിട്ടൊരു ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ എഴുതിയത് NCERT പോയിൻ്റ് ആണോ, അത് CBSE വാല്യൂ ചെയ്യുന്നത് NCERT പോയിൻ്റ് ആണ്. NCERTയിലെ മുഴുവൻ പോയിൻറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറെ അടുത്ത് പോവുക, ടീച്ചറെ അടുത്ത് വ്യക്തമായ ഒപ്പീനിയൻ എടുക്കുക. ടീച്ചർ പറയുകയാണ് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് റീവാലുവേഷൻ കൊടുത്താൽ ഈ റീവാല്യൂ ചെയ്യാൻ കൊടുക്കുന്ന പേപ്പർ നിങ്ങൾ സ്റ്റേറ്റിലെ പോലെ മൊത്തം പേപ്പറുള്ള റീവാല്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനാണ് റീവാല്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 100 രൂപ അടച്ചിട്ടാണ് റീവാലുവേഷൻ കൊടുക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, 100 രൂപ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നു. പക്ഷേ പുതുതായി നോക്കുന്ന ടീച്ചർ ഓൾറെഡി 5 മാർക്ക് ഇട്ട ഒരു ആൻസറിന് 5 മാർക്ക് ഇട്ടിട്ടുണ്ട് ആദ്യം നോക്കിയ ടീച്ചർ. ഇനി പുതുതായി വാല്യൂ ചെയ്യുന്ന ടീച്ചർ അതിന് 4 മാർക്കാണ് ഇടുന്നതെങ്കിൽ നിങ്ങളെ മാർക്ക് ആ 4 മാർക്ക്, അല്ലാതെ 5 മാർക്കല്ല, ബെറ്റർ മാർക്കല്ല. സ്റ്റേറ്റിൽ ബെറ്റർ മാർക്കാണ് എടുക്കുക. ഇവിടെ അതല്ല. ഇവിടെ എന്താ, നിങ്ങൾക്ക് ഏതാണോ മാർക്ക് റീവാല്യൂ ചെയ്താൽ കിട്ടിയ മാർക്ക് ഏതാണോ അതായിരിക്കും അവരെടുക്കുക. അപ്പോൾ CBSE റീവാലുവേഷന് പോകുന്ന സമയത്ത് മക്കൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റീവാലുവേഷൻ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അത്രയും ഉറപ്പ് വേണം. നിങ്ങൾക്ക് ഉറപ്പ് വരാം, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറുടെ അടുത്ത് വ്യക്തമായ ഒരു ഒപ്പീനിയൻ എടുക്കണം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു CBSE പോയിന്റ് ചെയ്യുന്നത് NCERT ആണ്. NCERTയിലെ മുഴുവൻ പോയിന്റും കവർ ചെയ്താൽ മാത്രമേ അവർ മാർക്ക് ഇടുള്ളൂ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം റീവാലുവേഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയാണ്, മക്കൾ ഏതെങ്കിലും CBSE ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഈ ചാനലുണ്ടാവും. മക്കൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തു.